ബാങ്ക് കവർച്ച ഡിസിഷനിലേക്ക് പ്രതി എത്ര നാൾ മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് അയാൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ആ ഡേറ്റ് ഫിക്സ് ചെയ്തത് 4 ദിവസം മുമ്പാണ്. ഇത്രയും അയാൾക്കറിയാം വെള്ളിയാഴ്ചകളിൽ ഈ നേരെ ഓപ്പോസിറ്റ് പോട്ടാപ്പള്ളിയാണ്. ഈ പോട്ടാപ്പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്. അയാൾക്കറിയാം 2ാം വെള്ളിയാഴ്ചയും 3ാം വെള്ളിയാഴ്ച ഇല്ല. ഇത് കൃത്യം നോക്കിക്കോണം, 2ാം വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇയാൾ സെലക്ട് ചെയ്തത് ഇത് വേറൊരു വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ അവിടെ വലിയ ജനമാണ്. പിന്നെ അവിടെ കല്യാണം, എല്ലാ ദിവസവും കല്യാണവും ചടങ്ങും മാമോദീസ വിവിധ ഈ ആത്മീയ ചടങ്ങുകളുണ്ട്. അന്ന് ഒരു ചടങ്ങുമില്ല. വെള്ളിയാഴ്ചകളിലില്ല. വെള്ളിയാഴ്ചകളിൽ ആകെ ഉള്ളത് 1ാം വെള്ളിയാഴ്ചയും 4ാം വെള്ളിയാഴ്ചയും മാത്രമാണ്. അതാണ് കറക്റ്റ് ഈ വെള്ളിയാഴ്ച സെലക്ട് ചെയ്തത്. ഇനി അയാൾ വേറൊരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ട് അയാൾക്കറിയാം 2 മുതൽ 2:30 വരെയാണ് ആ ബാങ്കിന്റെ. ഈ സമയത്ത് ആരും ഫ്രണ്ടിലില്ല, ക്യാഷ് കൗണ്ടർ കാര്യമായിരിക്കും, പൈസ ഇതുപോലെ വെച്ചേക്കും. അപ്പൊ എന്തൊക്കെയാണോ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ലൂപ്പ് ഹോൾസ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. കരിക്കത്തി അയാൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, കരിക്കത്തി അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് അയാൾ പറയുന്നുണ്ട്. അപ്പൊ അത് പക്ഷേ കണ്ടെടുക്കണം, അതും എവിടെയൊക്കെയോ ഉണ്ട്, ഞങ്ങൾക്ക് നോക്കാനുണ്ട്, എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളത് പരിശോധിക്കും. ഞാൻ ദയവ് ഇതിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആ ഭാഗം ഞങ്ങൾ അന്വേഷിക്കണമല്ലോ. നിലവിൽ അയാൾ ചെയ്തു എന്ന് പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഞങ്ങളുടെ ടീം എല്ലാവരും ഇല്ലൂടെ കുറച്ചുപേര് ഇപ്പോഴും വേറെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമിൽ 20, 25, 30 ഞങ്ങൾ ആദ്യം ടീം ഒരു 25 പേരുടെ ടീം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ 7 പേരെയും കൂടെ ഇന്നലെ 7 പേരെയും കൂടെ ചേർത്തു ടീമിനകത്ത്. കാരണം ഇത് പിടിച്ചേ പറ്റൂ. കാരണം പട്ടാപ്പകൽ ഒരു ബാങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ കയറുക എന്ന് പറയുന്നത് നമുക്ക് കേരള ജനം അത് അംഗീകരിക്കത്തില്ല. കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്, നമ്മളും അങ്ങനെയാണ്. നമ്മൾ 0 ടോളറൻസ് ആണ് കാര്യത്തിൽ. അല്ല, അങ്ങനെ വേണമല്ലോ, അങ്ങനെ ഒരു സന്ദേശം വരണം. അങ്ങനെ പ്രത്യേകിച്ചും അയാൾ കത്തി കാണിച്ച് കത്തിയുടെ മുള്ളുമുനയിൽ നിർത്തി അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പരിശോധിക്കണം, നോക്കിയെടുക്കണം. അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണ്, അയാൾ പറയുന്നുണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന. അല്ല, ആ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം അയാൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞങ്ങൾ തുടർ നടപടികൾ അടക്കും. ഇന്ന് തന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് ഇവിടെ തീരുന്നില്ല. അയാൾ ഈ ചെയ്ത കുറ്റത്തിന് കോടതിയിൽ കറക്റ്റ് നടപടി ഉണ്ടാവണം. കോടതിയിൽ നിന്ന് കറക്റ്റ് ശിക്ഷ കുട്ടികളെ കുറിച്ച് അല്ലല്ല, ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്. പക്ഷെ അവരെ കുറിച്ച് പറയുന്നില്ല. 2 കുട്ടികളുണ്ടെന്ന് പറയുന്നില്ല. അല്ല, ആ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാണ്. ശരി, താങ്ക് യു സോ മച്ച്. ശരി. നിങ്ങൾക്ക് നന്ദി. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളാണ് ഓപ്പണർ. നിങ്ങളെ പോസിറ്റീവായിട്ട് നിങ്ങൾ ആര് വിളിച്ചപ്പോഴും ഞങ്ങൾ അതുപോലെ പറഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ ദിവസം മുതൽ. പിന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് വളരെയധികം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. നിങ്ങൾ അങ്ങനെ ചെയ്യണം. ജനങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. കാരണം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ, പബ്ലിക്കിന്റെ വോയിസ് ആണല്ലോ, നിങ്ങൾ 4th എസ്റ്റേറ്റ് ആണല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്യണം. അത്രയും ഞാൻ പറയുന്നു. ശരി. തൃശൂർ പോട്ടയിലെ ബാങ്ക് കൊള്ളയിലെ പ്രതി പിടിയിലായിരിക്കുകയാണ്. ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് പ്രതി കവർച്ച നടത്തിയത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. 10 ലക്ഷം രൂപയാണ് പ്രതിയിൽ നിന്നും കണ്ടെടുത്തത്. കവർച്ച നടത്തിയത് ആഡംബര ജീവിതം നയിച്ചതിനെ തുടർന്നുണ്ടായ കടബാധ്യത വീട്ടാൻ വേണ്ടിയാണ് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഡിവൈഎസ്പി ഓഫീസിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, മറ്റൊരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ പ്രവർത്തനത്തെ കൃത്യമായി ഇയാൾ നിരീക്ഷിക്കുകയും ഉച്ചഭക്ഷണ സമയത്ത് സ്റ്റാഫുകളുടെ എണ്ണം കുറയുമെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് കൃത്യം നടത്താൻ അവിടെ എത്തിയത് എന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അഖിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ, എത്ര മണിയോടുകൂടിയാണ് ഇയാളെ പിടികൂടിയത്? ഇയാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ പിടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി 5 ലക്ഷം രൂപ ഇവിടെ പോയി? കൃത്യമായ ആസൂത്രണത്തോടെ ഈ ഒരു കവർച്ച നടത്തിയിട്ടും പോലീസ് എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത്?